അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ യമഹയുടെ 2024 മോഡൽ R3 എന്ന് പറയുന്നത്. കേരളത്തിലെ യമഹ ഷോറൂംസിൽ നിങ്ങൾക്ക് വളരെ വിരളമായിട്ട് മാത്രമേ ഇപ്പോൾ ഈ ഒരു വാഹനത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭാരത് യമഹ തിരുവല്ലയിലാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ യമഹ R3 ഇറങ്ങിയതും ഈ ഒരു ഷോറൂമിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ മോഡലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമുക്കിത് 2 കളേഴ്സിലാണ് വരുന്നത്. ഈ കാണുന്ന യമഹ ബ്ലാക്ക് ആൻഡ് ഐക്കോണിക് ബ്ലൂ എന്ന് പറയുന്ന 2 കളർ ഓപ്ഷൻസിലാണ് ഏറ്റവും പുതിയ 2024 R3 നമുക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഈ ഒരു വോക്ക് അറൗണ്ട് വീഡിയോയിലൂടെ നോക്കാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധപ്പെടുന്ന ഈ ഒരു ടോൾ വിൻഡ് വൈസറാണ്. ഇപ്പോൾ ഒരു ക്ലിയർ വിൻഡ് വൈസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. യമഹ ആക്സസറി ആയിട്ട് ഒരു ബിഗർ വിൻഡ് വൈസറും കൂടെ ഈ ഒരു വാഹനത്തിനൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. പിന്നെ 2 വലിയ റിയർ വ്യൂ മിറേഴ്സ് ഇത് കാണാൻ സാധിക്കും. നമ്മൾ വാഹനത്തിൽ ഇരുന്ന് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ബാക്ക് കാണാവുന്ന രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അതിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഗ്രസീവ് ഫ്രണ്ട് ഡിസൈനാണ് കാണാൻ സാധിക്കുന്നത്. ബിഗർ യമഹ മോഡൽസ്, അതായത് R1 പോലെ R7 പോലെയുള്ള മോഡൽസിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള പോലെയുള്ളൊരു ഫ്രണ്ട് ഡിസൈനുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അഗ്രസീവ്നെസ് കൊടുക്കുന്നത് ഈ ഒരു പോർഷനാണ്. നമുക്ക് 2 LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. നടുക്കൊരു എയർ ഇൻടേക്കും വരുന്നുണ്ട്. ഈ ഒരു എയർ ഇൻടേക്ക് റാം എയർ ഇൻടേക്കായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, പകരം എഞ്ചിനെ കൂൾ ചെയ്യാനും വേണ്ടി എഞ്ചിനിലേക്ക് ചാനൽ ചെയ്ത് വിടുന്ന രീതിക്കാണ് ഇവിടെ യമഹ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മുന്നിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു അഗ്രസീവായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് R15 നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന യമഹ മോഡൽസിൽ നിന്നും ഒക്കെ തന്നെ കുറച്ചും കൂടെ പ്രീമിയം ആൻഡ് വെൽ ബിൽഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ ഒരു ഫൈബർ ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ ആണെങ്കിൽ തന്നെ അതിന് ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണെന്നുള്ളതാണ്. അതായത് പുറത്തു നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നൊരു വാഹനമാണ് ഈ ഒരു യമഹ R3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർനാഷണൽ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ കാണാനും സാധിക്കുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്. അതിൻ്റെയും ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല ഒരു വെൽ ബിൽഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 37mm USD ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 110 സെക്ഷൻ ഡൺലപ്പ് ടയർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 297mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും അതിലൊരു 2 പോർട്ട് ആക്ച്വലി മൗണ്ടഡ് കാലിപ്പറുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ 17 ഇഞ്ച് അലോയ് വീൽസിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു R3 ഫെയറിങ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ വാഹനങ്ങളെപ്പറ്റി വലിയ പിടുത്തമില്ലാത്തവർക്ക് ഇത് R15 ആയിട്ട് തോന്നുമെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇതൊരു R3 തന്നെയാണെന്നുള്ളത്. സോ സൈഡിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ഫെയറിംഗ് ഡിസൈൻ തന്നെയാണ്. ഇതിൽ മിനിമലായിട്ട് R3യുടെ ഒരു ബാഡ്ജിങ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കട്ട്സും സ്കൂപ്സും ഷ്രൗഡ്സും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പലതരം എയർ ചാനലിങ്ങിന് വേണ്ടിയിട്ടാണ് യമഹ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു LED ഇൻഡിക്കേറ്ററാണ്. നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഫെയറിങ്ങിൽ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അപ്പം ഓൺ ആകുമ്പോൾ കാണാനാണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫീലും നല്ല വിസിബിലിറ്റി ഒക്കെ തന്നെ കൊടുക്കുന്ന രീതിക്കാണ് അത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് R7ലും R1ലും ഒക്കെ തന്നെ കാണുന്ന ടാങ്ക് പോലെ നമ്മളെ എന്താ പറയുന്നത് അതിനോട് സിമിലറായിട്ട് നമുക്ക് തോന്നുന്ന രീതിക്കുള്ളൊരു ടാങ്ക് ഡിസൈനാണ്. 14 ലിറ്ററാണ് ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ കോട്ടിംഗ് ആണെങ്കിൽ കൂടിയും നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ്. നമുക്കിവിടെ എങ്ങും ഒരു പാനൽ ഗ്യാപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ടാങ്കിൽ അങ്ങനെ ഫ്ലെക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. നല്ല വെൽ ബിൽട്ട് ആൻഡ് സ്ട്രോങ് ടാങ്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം പാഡഡ് ആണ്. വലിയൊരു വീതിയൊന്നും ഇല്ലെന്നെങ്കിൽ തന്നെ നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു സീറ്റാണ്. 780mm മാത്രമാണ് ഈ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഹൈറ്റുള്ള ആൾക്കും വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഈ ഒരു വാഹനം ഉപയോഗിക്കാം, എസ്പെഷ്യലി ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക്. എന്നാൽ എന്നെപ്പോലെ ഹൈറ്റ് ഉള്ള ആളുകൾക്കാണെങ്കിൽ തന്നെ കയറിയിരിക്കുന്ന സമയത്തേക്ക് കാലെങ്ങും തട്ടുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു റൈഡിങ് ട്രയാങ്കിൾ വരുന്നത്. നമ്മളിതിൽ കമ്മിറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ സൂപ്പർ സ്പോർട്സ് ബൈക്കുകളെ പോലെ അത്രയ്ക്കൊരു അഗ്രസീവ് സീറ്റിംഗ് പോസ്റ്ററല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ടൂറിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഒരു നല്ല സ്പോർട്സ് ടൂറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് യമഹ R3 എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത് ട്രാക്കിലേക്ക് ഇറക്കുന്ന സമയത്ത് ഒരു രീതിയിൽ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു സീറ്റിംഗ് പോസ്റ്റർ ബിഹേവ് ചെയ്യില്ല. ഒന്ന് പുറമോട്ടേക്ക് ഇറങ്ങിയിരുന്ന് നമ്മൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ട്രാക്കിൽ ഈ ഒരു വാഹനത്തെ ഓടിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെയാണ് ഇതിനെ യമഹ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ പോർഷനോടെ പറയാനായിട്ട് തോന്നുന്നു. ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് ഈ ഒരു പോർഷൻ. ഈ ഒരു ഹാൻഡിൽ ബാർ ക്രൗൺ പോർഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും R1 R7 പോലെയുള്ള മോഡൽസിനൊക്കെ തന്നെ റിസംബ്ലിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ കാണുന്ന റിപ്സ് ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നല്ല വെൽ ബിൽട്ടായിട്ട് ഇതും ഫീൽ ചെയ്യും. നമ്മുടെ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് ഒരു സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. അത് ഈ ബ്ലാക്കുമായിട്ട് നല്ല രീതിക്ക് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ടർ ബട്ടണും ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. നമ്മൾ സൂപ്പർ ബൈക്സൊക്കെ കാണുന്ന പോലെ ഇവിടെ നമ്മുടെ ഹസാർഡ്
ലൈറ്റിനുള്ള ബട്ടണുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ നമുക്ക് പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹെഡ് ലാമ്പ്, ഹൈ ബീം ആൻഡ് ലോ ബീം. ഇത് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഇതാണ് നമ്മുടെ ഹോൺ സ്വിച്ച്. വളരെ കുട്ടിയായിട്ടുള്ള ഒരു ക്യൂട്ട് ഹോൺ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ഈ ഹാൻഡിൽ ബാറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് R15 തന്നെ സിമിലറായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ മീറ്റർ കൺസോൾ കാണിച്ചു തരാം. മീറ്റർ കൺസോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇതൊരു ഫുൾ LCD യൂണിറ്റാണ്. വളരെ മിനിമലായിട്ടുള്ളൊരു ഡിസൈനാണ്. എന്നാൽ നമുക്ക് കാണേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ ഒരു ടാക്കോമീറ്റർ വരുന്നുണ്ട്. ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വളരെ വലുതായി തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടൈം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എൻജിൻ ടെമ്പറേച്ചർ കാണിക്കും. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് ഈ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂവൽ എക്കണോമി, അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ എക്കണോമി പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. സർവീസ് റിമൈൻഡർ ഇതിൽ നമുക്ക് കാണിച്ചു തരും. യമഹയുടെ ലോഗോ, ബാക്കി വാർണിംഗ് ലാംപ്സ് ഒക്കെ തന്നെ അതിൽ വന്നിരിക്കുന്നത്. സിമ്പിൾ ലുക്കിംഗ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞാൽ 14 ലിറ്ററാണ്. സോ ഇതുപോലെയുള്ളൊരു 300 cc പാരലൽ ട്വിൻ വാഹനത്തിന് അത്യാവശ്യം വേണ്ട ഒരു ടാങ്ക് കപ്പാസിറ്റി തന്നെ വന്നിട്ടുണ്ട്. പില്ലൺ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഭയങ്കര ഷാർപ്പായിട്ടാണ് ഈ ഒരു ടെയിലെൻറ്റിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. അതിന് ഈ ഒരു സീറ്റും കൂടെ സഹായിക്കുന്നുണ്ട്. കാരണം സീറ്റ് അത്യാവശ്യം ഹാർഡാണ്. പില്ലിന് അത്ര കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്ക് അല്ല ഇത്. എങ്കിൽ കൂടിയും ബാക്കിൽ ഒരാളെ എത്തിക്കൊണ്ട് നമുക്ക് ഷോർട്ട് സിറ്റി റൈഡ്സൊക്കെ തന്നെ നടത്താൻ സാധിക്കുന്നതാണ്. വലിയൊരു ഹൈറ്റ് നമുക്ക് ബാക്കിലേക്ക് തോന്നിക്കില്ല. ലൈക്ക് ഇതിൽ കയറി ഇരിക്കാനാണെങ്കിൽ തന്നെ R15 കയറുന്ന അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യില്ല. ഇവിടെ ഒരു യമഹയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടെയിൽ ലാമ്പ് ആണെങ്കിൽ തന്നെ ഒരു ജുവൽ എഫക്റ്റ് ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും. സോ നല്ല പ്രീമിയം ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. നല്ല ക്വാളിറ്റി വൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ടിപ്പിക്കൽ ആ ഒരു യമഹ ടെയിലൻ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ടെയിൽ ടാഡി ആണെങ്കിൽ തന്നെ അധികം ലോങ് ഒന്നുമല്ല. എന്നാൽ നമുക്ക് ചള്ള തെറിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ യമഹ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ടുള്ള ഒരു ടെയിൽ ടാഡി ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾ ട്രാക്കിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടെ വെയിറ്റ് റിഡക്ഷൻ, അതുപോലെ തന്നെ സേഫ്റ്റി പരമായിട്ട് ഇതൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. ബാക്കിൽ 140 സെക്ഷൻ ടയറാണ് വന്നിരിക്കുന്നത്. അത് ഡൺലാപ്പിൻ്റെ ആണ്. 220 mm ഡിസ്ക് ബ്രേക്കും സിംഗിൾ പോർട്ട് ആക്ച്വൽ കാലിപ്പറുമാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ അലുമിനിയം സ്വിംഗ് ആമും നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഡയമണ്ട് ടൈപ്പ് ഫ്രെയിമാണ്. സോ യമഹയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഡയമണ്ട് ടൈപ്പ് ഫ്രെയിം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഭയങ്കര ആ ഒരു ഹാൻഡ്ലിംഗ് വൈസ് അല്ലെങ്കിൽ ഡൈനാമിക്കലി വണ്ടി ഭയങ്കര ഓടിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് 50-50 എന്നുള്ള രീതിക്കാണ്. സോ നല്ല ഒരു ബാലൻസ്ഡ് റൈഡ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് യമഹ R3 എന്ന് പറയുന്നത്. അതിന് എന്തുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഡയമണ്ട് ടൈപ്പ് ഫ്രെയിം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫുഡ് പിക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ഗിയർ ലിവേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 321 cc പാരലൽ ട്വിൻ DOSC ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് മാക്സിമം പവറായിട്ടുള്ള 42 PS പവറിൽ നിന്ന് 10,750 RPM ഡെലിവറി ചെയ്യുന്നത്. സോ അത്രയും പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മോട്ടറാണ്. ടോർക്കുമായിട്ടുള്ള 29.5 Nm എന്നുള്ള ടോർക്ക് ഇത് 9,000 RPM ഡെലിവറി ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ പവർ ആൻഡ് ടോർക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പീക്കി എഞ്ചിനാണ്. നമുക്ക് ഹൈ റെപ്സിലേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മാക്സിമം എൻഗേജ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കുന്നത്. ലോ എൻഡിലൊക്കെ തന്നെ വളരെ ശാന്തമായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഓടിച്ച് നമ്മുടെ ഒരു റൈഡ് റിവ്യൂ വരുമ്പോൾ അതിലേക്ക് പറയാം. സോ ഈ ഒരു സ്പെക്സ് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതുപോലെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബിഹേവിയർ എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഷോർട്ട് വീൽ ബേസ് ഉള്ള വാഹനമാണ്. 1380 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും കോർണർ ടു കോർണർ ആണെങ്കിലൊക്കെ തന്നെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഈ ഒരു വാഹനത്തെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതും ഇതിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ്. 169 കിലോഗ്രാം മാത്രമാണ് ഈ ഒരു വാഹനത്തിന് വെയിറ്റ് വരുന്നത്. അതായത് ഇതുപോലെയുള്ളൊരു 42 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനത്തിന് 169 കിലോഗ്രാം മാത്രമേ ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട മോശപ്പെട്ട റോഡുകളിലൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അടിതട്ടെന്നുള്ള ഒരു പേടി അധികം ഇല്ലാണ്ട് തന്നെ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു യമഹ R3 പറ്റിയിട്ട് ഇതിൻ്റെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഒരു ചെറിയ ഒരു എക്സോസ്റ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. വലിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു എക്സോസ്റ്റാണ്. അത് നമുക്ക് ഇവിടെ വന്നാലായിട്ട് കാണാൻ സാധിക്കും. വലിയ ഒരു എക്സോസ്റ്റ് അല്ല. ഇപ്പോൾ ഈ ഒരു ഡിസൈനുമായിട്ട് നല്ല രീതിക്ക് കോംപ്ലിമെൻ്റ് ആയി നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്പോർട്ടി ആൻഡ് ഷോർട്ട് എക്സോസ്റ്റാണ്. അതും കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം യമഹ പ്രൊഡക്റ്റായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4,60,000 രൂപയോളം ഇതിന് എക്സ്ഷോറൂം കേരള പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രൈസ് വരാൻ കാരണം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഇമ്പോർട്ട് എന്നുള്ളൊരു ഫാക്റ്റ് കൊണ്ടാണ്. അതായത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്ട്രാ കോസ്റ്റ് കസ്റ്റമേഴ്സിനെ ബാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇത് വാങ്ങുന്ന ആളുകളും എനിക്ക് തോന്നുന്നു ആ ഒരു യമഹ ഫാൻസ് കാറ്റഗറി വരുന്ന ആളുകൾ തന്നെയായിരിക്കും ഒരു നോർമൽ കൺസ്യൂമറിനെക്കാളും ഒരുപാട് കാലം യമഹ R3 ഓൺ ചെയ്യണമെന്ന് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഇത്രയും കാലം കാത്തിരുന്ന ആളുകളാവും കൂടുതൽ ഈ ഒരു വാഹനം ഓപ്റ്റ് ചെയ്യുക. കാരണം 2018 പോയതിന് ശേഷം ഇപ്പോൾ 2024 യമഹ വീണ്ടും R3 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതും ആ ഒരു ഇൻ്റർനാഷണലിൽ ഉണ്ടായിരുന്ന അതേ വാഹനം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ അവർ വരുത്തിയിട്ടില്ല. ആ ഒരു സെയിം യൂണിറ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. സോ ആ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്തായാലും ഈ ഒരു വാഹനത്തിൽ കാണാനുണ്ട്. അപ്പം അതുപോലെയുള്ള ആളുകളാണ് കൂടുതൽ ഈ ഒരു വണ്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പലർക്കും പല വിധത്തിലുള്ള കമൻറ്റ്സ് കാണും. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആളുകളുടെ അഭിപ്രായം ഈ ഒരു വാഹനത്തെ പറ്റി എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വാഹനം നേരിട്ട് കണ്ട ഒരാളെന്നുള്ള രീതിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്കിതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാനായിട്ട് നോക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു സപ്പോർട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മുടെ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ പ്ലീസ് ഡു സപ്പോർട്ട് us ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വാഹനം നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഭാരതി യമഹ തിരുവല്ലയിലേക്ക് വരാവുന്നതാണ്. അധികകാലം ഇതിവിടെ ഉണ്ടാകില്ല. ഓൾറെഡി ഇത് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തിരിക്കുന്ന വാഹനമാണ്. അതുകൊണ്ടാണ് നമുക്കിത് പുറത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡോ കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ലാത്തത്. ഓൺ ഡിമാൻഡാണ് വാഹനങ്ങൾ ഇങ്ങനെ ഷോറൂമിലേക്ക് എത്തുന്നത്. കാരണം ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അധിക ഷോറൂമിലൊന്നും തന്നെ ഇതിങ്ങനെ എടുത്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കസ്റ്റമേഴ്സിൻ്റെ ഓൺ ഡിമാൻഡിലേക്ക് എത്തിക്കുന്നതാണ്. കാരണം ഇത് വരുന്നതും നമ്മുടെ ആ ഒരു വലിയ കേജിലൊക്കെയാണ് ഈ വാഹനം വരുന്നത്. നമ്മുടെ നോർമൽ ബാക്കി വാഹനങ്ങൾ ഷോറൂംസിലെത്തുന്ന പോലെ ഒരു ലോറിക്കകത്തെല്ലാം കൂടെ അടുക്കിയല്ല വരുന്നത്. ഓൺ ഡിമാൻഡ് ഇത് ആ ഒരു കേജിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. സോ അങ്ങനെയും ഇതൊരു സ്പെഷ്യലാണ്. അപ്പം നിങ്ങൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ ഭാരതി യമഹ തിരുവല്ല വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വോക്ക് അറൗണ്ട് ചെയ്ത് കണ്ടു നോക്കാം. നേരിട്ട് വണ്ടി എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് യമഹ R3 പറ്റിയുള്ള നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നില്ല. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.